നമ്മുടേതായിട്ടുള്ള സിഗ്നേച്ചർ റെസിപ്പി ഒരുപാടുണ്ടാവും അല്ലേ? അതിൽപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളത്. നമുക്കിത് പല രീതിയിലും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്താണ് വറുത്തരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമ്പാർ പൗഡർ ആണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ആദ്യം കുറച്ച് വെക്കുക, പാത്രം ചൂടായ ശേഷം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറ്റൽമുളക്, അതുപോലെ മല്ലി, കടലപ്പരിപ്പ്, ഉലുവ, തേങ്ങ. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മെഷർമെന്റ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്യാപ്ഷനിൽ നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. എല്ലാം ഒരേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കിട്ടണം നമ്മൾ ചേർത്ത തേങ്ങയൊക്കെ. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാട്ടോ, ഇങ്ങനത്തെ പീസസ് ആയിട്ടുള്ള തേങ്ങ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ചിരകിയ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. അപ്പോഴേ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ ഇത് റോസ്റ്റ് ആയിട്ട് വറുത്തെടുത്ത് കിട്ടുള്ളൂ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ട്. ഇനി ഇതാ ഇതിലോട്ട് അവസാനമായിട്ട് ഒരു ഇച്ചിരി കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ നിറച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഈ ഒരളവിൽ. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പാത്രം, പരന്ന പാത്രമൊക്കെ വെച്ചിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. തേങ്ങയൊക്കെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത്, പകുതി റോസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ചൂടാറിയ ശേഷം നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക, പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ സെയിൽ ചെയ്യാൻ പറ്റാറില്ല, സെയിൽ ചെയ്യലില്ല കേട്ടോ ഒരു സംഭവവും. അപ്പൊ ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് കാണാട്ടോ. സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് കുറെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേടാവരുതല്ലോ, നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നതല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരളവിൽ കിട്ടിയിട്ടുള്ളത് 190 ഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ലാഭത്തിന് തന്നെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ലാഭത്തിന് തന്നെ സെയിൽ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ പൗഡർ ആണ് കേട്ടോ, നല്ല സ്മെല്ലാണ് ഈ ഒരു സാമ്പാർ പൗഡറിന്. ഉടുപ്പി സ്റ്റൈലിലുള്ള സാമ്പാറാണ്. വറുത്തരച്ച തേങ്ങ ചേർത്തിട്ട് വറുത്തരച്ച സാമ്പാർ പൗഡർ എനിക്ക് തോന്നുന്നു എവിടെയും കിട്ടൂലാന്ന്. ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത്, ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നവര്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.